റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ചാനലിൽ വാർഷിക പരീക്ഷയുടെ ഇഷ്ടംപോലെ ചോദ്യപേപ്പറുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഓരോ ക്ലാസ്സിൻ്റെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കൂ. യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇത് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ആൻസർ താഴേക്ക് എടുത്ത് എഴുതുക. ചോദ്യ ഉത്തരമൊക്കെ കംപ്ലീറ്റ് വായിച്ചതിന് ശേഷമായിരിക്കണം എടുത്ത് എഴുതേണ്ടത്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ഉത്തരങ്ങൾ കൊടുത്തത് നോക്കൂ. മുട്ടുപൊക്കിളിൻ്റെ ഇട, അതാണ് ഒരു ഉത്തരം. പിന്നെ കഅബയാണ്, പിന്നെ പുരുഷന് നിഷിദ്ധമാണ്, ബോധക്ഷയം, സുജൂദ് സുന്നത്താണ്, തയമ്മും ചെയ്യൽ. ഇതൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സം. നിസ്കാരം നിർവഹിക്കുന്ന 2-3 തടസ്സങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ഇപ്പം ഇതിൽ പറഞ്ഞതിൽ ഇതാണ് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാ ബോധക്ഷയം. ഇനി രണ്ടാമത്തത്, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം, അതും 2-3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതാ അവിടെ ഉണ്ട്. അതിൻ്റെ ആൻസർ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? തയമ്മും ചെയ്യലാണ്. തയമ്മും ചെയ്യൽ, അതേപോലെ ജംഉം കസറും ഒക്കെ ഉണ്ട്. ഇവിടെ തയമ്മും ചെയ്യലാണുള്ളത്, അതുകൊണ്ട് അത് എഴുതിയാൽ മതി. മൂന്നാമത്തത്, നിസ്കാരത്തിന് പുരുഷൻ്റെ ഔറത്ത്. നിസ്കരിക്കുന്ന സമയത്ത് പുരുഷൻ്റെ ഔറത്ത്, സ്ത്രീയുടെ ഔറത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തേൻ്റെ ഉത്തരം മുട്ടുപൊക്കിളിൻ്റെ ഇട. അങ്ങനെ എഴുതാം. മുട്ടുപൊക്കിളിൻ്റെ ഇടയാണ് നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത്. നാലാമത്തേത്, സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളിയും എന്താണ്? ഇതാണ് അതിൻ്റെ ആൻസർ. പുരുഷന് നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പോൾ അങ്ങനെ എഴുതാം. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്, അങ്ങനെ എഴുതാം. അഞ്ചാമത്തത്, ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാ കഅബയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ കഅബയാണ് എന്ന് എഴുതാം. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ഇനി അതിൽ 6ാമത്തത്, നിസ്കാരത്തിൽ അല്ലെങ്കിലും സജദയുടെ ആയത്ത് ഓതിയവന്. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും സജദയുടെ ആയത്ത് ഓതിയവന്. നിസ്കാരത്തിൽ അല്ലെങ്കിലും സജദയുടെ ആയത്ത് ഓതിയവന് എന്താണ്? ഇതാണ് 6ാമത്തേൻ്റെ ഉത്തരം. സുജൂദ് സുന്നത്താണ്. അപ്പം അങ്ങനെ എഴുതാം. നിസ്കാരത്തിലല്ലെങ്കിലും സജദയുടെ ആയത്ത് ഓതിയവന് സുജൂദ് സുന്നത്താണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം. ശുക്രിൻ്റെ സുജൂദാണ്, സജദയുടെ അല്ല, നല്ലോണം ശ്രദ്ധിക്കണം. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം എന്താവും? ബാത്തിലാകും. ഇനി അവിടെ സജദയുടെ ആയത്താണെങ്കിൽ ബാത്തിലാകുമൊന്നുമില്ല, ശ്രദ്ധിക്കണേ. സജദയുടെ സുജൂദാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ പറ്റൂല എന്ന് നമുക്കറിയാലോ. രണ്ടാമത്തെ എന്താ? റവാത്തിബിലെ 10 റക്അത്തുകൾ വളരെയേറെ ഡാഷ്, അവിടെ പുണ്യമുള്ളതാണ് എന്നാണ് ചേർക്കേണ്ടത്. റവാത്തിബിലെ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. അങ്ങനെ അത് പൂർത്തീകരിക്കാം. മൂന്നാമത്തത്, ളുഹാ നിസ്കാരം കൂടിയാൽ എത്ര റക്അത്ത?
8 റക്അത്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ സുന്നത്ത് നിസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളും അതുപോലെ തന്നെ അതിൽ ചുരുങ്ങിയ റക്അത്ത്, സാധാരണ, അതേപോലെ തന്നെ കൂടിയ റക്അത്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ വരുന്നതാണ്. 4-മത്തേത് വിത്ർ നിസ്കാരം പൂർണ്ണമായത്. വിത്ർ നിസ്കാരം പൂർണ്ണമായത് എത്ര റക്അത്താണ്? 11 റക്അത്താണ് അല്ലേ? അതിലേറ്റവും ചുരുങ്ങിയത് 1, പിന്നെ പൂർണ്ണതയിൽ കുറഞ്ഞത് 3, പിന്നെ അധികരിച്ചാൽ അഥവാ പൂർണ്ണമായത് 11 റക്അത്താണ്. അപ്പോൾ റക്അത്താണ് എന്നിവിടെ 11 റക്അത്താണ് എന്ന് എഴുതാം. 5-മത്തേത് എന്താ? തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ. തഹിയ്യത്ത് നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്നതാണല്ലോ. അത് ഒരു കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ് എന്നാണ്. അപ്പോൾ കറാഹത്താണ് എന്നിവിടെ എഴുതിയാൽ അത് കംപ്ലീറ്റായി. ഇനി 3-മത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഇവിടെ 1-മത്തെ ചോദ്യം തഹജ്ജുദാണ്. തഹജ്ജുദ് എന്നാൽ എന്താണ് എന്നത് വ്യക്തമായി കൊടുക്കുക. എന്താണ്? രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അപ്പം അങ്ങനെ എഴുതാം. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരമാണ് എന്നൊക്കെ എഴുതാം. 2-മത്തേത് സ്വലാത്തു തസ്ബീഹ്. എന്താണ് സ്വലാത്തു തസ്ബീഹ്? 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് ഏത്? സ്വലാത്തു തസ്ബീഹ്. എങ്ങനെ? 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ്. 3-മത്തേത് തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. തറാവീഹ് ആ പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്ന് എഴുതാം. എന്താണ് തറാവീഹ്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. 4-മത്തേത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഏതാ? സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെ. അതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെ. അപ്പം അങ്ങനെ എഴുതാം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെ. ഇനി അടുത്ത ആക്ടിവിറ്റി 4-മത്തേത് ഉത്തരം എഴുതാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിൽ 1-മത്തേത് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏത്? പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം അത് ഹിജ്റ 2-ാം വർഷമാണ്. അപ്പോൾ ഹിജ്റ 2-ാം വർഷം എന്ന് എഴുതാം. ഞാൻ അക്കത്തിൽ എഴുതുന്നു, നിങ്ങൾക്ക് അക്ഷരത്തിലൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഹിജ്റ 2-ാം വർഷം. ഇനി 2-മത്തേത് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയമേത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുന്നത്ത് നിസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളും റക്അത്തുകളൊക്കെ പഠിച്ചു വെക്കണമെന്ന്. എന്തായാലും അതിന് ചോദ്യം ഉണ്ടാവും. ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം, അതിൻ്റെ ആൻസർ ഇതാണ്. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ. അങ്ങനെ എഴുതാം. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ. 3-മത്തെ ചോദ്യം ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നു ഏതിന്? എന്താണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എഴുതാം. എങ്ങനെ? ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്. ചുരുക്കി കണ്ട് അങ്ങനെ എഴുതാം. ഇനി 4-മത്തേത് ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ എവിടെ നിൽക്കണം? ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മഅ്മൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എവിടെയാണ് നിൽക്കേണ്ടത്? വലഭാഗത്ത്, ഇമാമിൻ്റെ വലഭാഗത്ത് അല്പം പിന്തി നിൽക്കണം അല്ലേ? ഇമാമിൻ്റെ എന്നും കൂടി കൂട്ടിക്കൊടുക്കാം. എങ്ങനെ നിൽക്കണം? ഇമാമിൻ്റെ വലഭാഗത്ത്. ഇനി വലതുഭാഗത്ത് എന്ന് ഏതെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്പം പിന്തി അല്ലെങ്കിൽ അല്പം പിന്തി നിൽക്കണം എന്നൊക്കെ എഴുതാം. ഇനി 5-മത്തെ ചോദ്യം എന്താ? മസ്ബൂക്ക് ആരാകുന്നു മസ്ബൂക്ക്? ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. ഇതൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവൻ. അങ്ങനെ ഏതായാലും മതി. 6-മത്തേത് സഹവ് എന്നതിൻ്റെ വിവക്ഷ എന്താണ്? എന്താണ് സഹവ്? അർത്ഥം മറവി എന്നൊക്കെ പറയാം. പക്ഷേ എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ്. അതാണ് സഹുവിൻ്റെ വിവക്ഷ. ഇനി 7-മത്തേത്
കിടന്ന് നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ത്? കിടന്ന് നിസ്കരിക്കുന്ന ആൾ കഴിയുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? റുക്കൂഉം സുജൂദും ശരിയായ നിലക്ക്. ഇനി റുക്കൂഉം സുജൂദും എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. റുക്കൂഉം സുജൂദും ശരിയായ നിലക്ക് കിടന്ന് നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം എന്നാണ്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിന് 2 ഉത്തരങ്ങൾ എഴുതാനുണ്ട്. അതിൽ 1ാമത്തേത് നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകൾ. തുടർച്ചയുടെ ഷർത്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. 41ാമത്തെ പേജിൽ നമ്മളത് പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ 5-6 ഷർത്തുകൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഞാനിവിടെ 1 എഴുതുന്നത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ, അതാണ്. 2ാമത്തേത് ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുന്താതിരിക്കൽ. 1 എഴുതിയിട്ടുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ. 2ാമത്തേത് ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുന്താതിരിക്കൽ. ഈ 2 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കതിൽ ആ 6 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. ഞാനിവിടെ ഈ 2 എഴുതിയെന്ന് മാത്രം. 2ാമത്തേത് തുടരൽ കറാഹത്തുള്ളവരാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തുടരൽ കറാഹത്തുള്ളവരാരൊക്കെയാണ്? അത് 2-3 കൂട്ടരെ പറയുന്നുണ്ട് അല്ലേ. ഫാസിഖിനെ തുടരൽ കറാഹത്താണ്, അപ്പോൾ ഫാസിഖ് എന്ന് എഴുതാം. പിന്നെ മുബ്തദിഇനെ തുടരൽ കറാഹത്താണ്, ഫാസിഖ് തമ്മാടി, മുബ്തദി പുത്തനാശയക്കാരൻ അല്ലേ. അപ്പോൾ ഫാസിഖ് മുബ്തദി 2 എഴുതാം. പിന്നെ വസ്വാസുള്ളവൻ എന്നൊക്കെ ഉണ്ട്. അതേപോലെ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവർ, ഇവരൊക്കെ തുടരൽ കറാഹത്താണ്. അപ്പോൾ 2 ചോദിച്ചുകൊണ്ട് എളുപ്പമുള്ള 2 എഴുതിയെന്ന് മാത്രം. ഇനി 6ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 1ാമത്തേത് എന്താണ്? സ്വലാത്തുൽ ജമാഅത്തി ഡാഷ് മിൻ സ്വലാത്തിൽ ഫർദി ഡാഷ് ദറജ. എന്താണ് സ്വലാത്തുൽ ജമാഅത്തി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അഫ്ളലു എന്നാണ്. അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബിസബഇൻ വഇശ്രീൻ എന്നിവിടെ ചേർക്കാണ്ട് ബിസബഇൻ വഇശ്രീൻ അഥവാ 27 ഇരട്ടി പ്രതിഫലം എന്ന് നമ്മൾ പഠിച്ചല്ലോ. ബിസബഇൻ വഇശ്രീന ദറജ. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബിസബഇൻ വഇശ്രീന ദറജ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്ത് നിസ്കാരത്തിന് എന്നർത്ഥം. ഇനി 2ാമത്തേത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ഡാഷ് അസ്വലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഡാഷ് അൽ ഇമാമു എന്നാണ്. ഇദാ അതാ അഹദുകുമു എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇദാ അതാ അഹദുകുമു സ്വലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫൽ യസ്നഉ എന്നാണ്. ഫൽ യസ്നഉ പിന്നെ അതിൻ്റെ കൂടെ കമായസ്നഇ എന്നും കൂടി ചേർത്തെടുക്കണം. കമായസ്നഉൽ ഇമാമു എന്നും കൂടി ചേർക്കണം. അപ്പോൾ എന്തായി? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുകുമുസ് സ്വലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫൽയസ്നഉ കമായസ്നഉൽ ഇമാമു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.